Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീഡ് ഫോർ GST ഇൻ ഇന്ത്യ. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് GST എന്താണെന്നും GSTൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ GSTൻ്റെ ഹിസ്റ്ററി. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നീഡ് ഫോർ GST ഇൻ ഇന്ത്യ ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് GST ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് GST. ഫസ്റ്റ് നമുക്ക് നോക്കാം നീഡ് ഫോർ GST ഇൻ ഇന്ത്യ. ഫസ്റ്റ് പോയിന്റ് പറയണത് അതായത് GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് പറയുന്നത്. അതിൽ ഗുഡ്സും സെയിം ടൈം എന്തും ചെയ്യുന്നുണ്ട്, സർവീസസും കൂടിയും കവർ ചെയ്തിട്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GSTൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ടാക്സ് സിസ്റ്റമാണ് പറയുന്നത്. അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസസിൽ തന്നെ ഒരുപാട് ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ GSTൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് ആ സർവീസ് ഏരിയയും കൂടി കവർ ചെയ്തുകൊണ്ടുള്ളൊരു ടാക്സ് സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. Next പറയുന്നത് help to avoid distortions caused by present complex tax structure and will help the development of a common national market. അതായത് പ്രസന്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചറിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കോമൺ നാഷണൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഓഫ് ടാക്സ് ആണ് GST. നെക്സ്റ്റ് എക്സിസ്റ്റിംഗ് ടാക്സസ്, അതായത് ഇപ്പം നിലവിലുണ്ടായിരുന്നിട്ടുള്ള വാല്യൂ ആഡഡ് ടാക്സ്, ദെൻ എൻട്രി ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, ഇതൊക്കെയും അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഒക്കെയും സോൾവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ടാക്സ് ആണ് GST. Next, provides greater certainty and transparency of tax. ടാക്സിൽ ഒരു ആക്യുറേറ്റ് ഫോം ഓഫ് ടാക്സ് കാൽക്കുലേഷനും അതേപോലെ തന്നെ പേയ്മെൻറ്റും രജിസ്ട്രേഷനും ഒക്കെയും GSTൻ്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആണെന്ന് പറയുന്നത്. അതാണ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ സർട്ടനിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ടാക്സസ്. ദെൻ എൻഷുർ ടാക്സ് കംപ്ലൈൻറ്റ്സ് അക്രോസ് ദി കൺട്രി. അതായത് ടാക്സ് കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നത്, അതായത് ടാക്സ് റിലേറ്റഡ് ലോസും ടാക്സ് പേയ്മെൻറ്റും ഒക്കെയും കറക്റ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ടാക്സ് പേ ചെയ്യാൻ ലേറ്റ് ആവുക, അപ്പോൾ ലേറ്റ് ആവുന്ന എത്രയാണോ ലേറ്റ് ആവുന്നത് അത്രയും ലേറ്റ് പീരിയഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിന് നമ്മൾ പെനാൽറ്റി ഒക്കെയും ചാർജ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യും, ടാക്സ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പേയ്മെൻറ്റും ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസ് ചെയ്യും. അതുകൊണ്ടാണ് എൻഷുർ ടാക്സ് കംപ്ലൈൻറ്റ്സ് അക്രോസ് ദി കൺട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് GST വിൽ അവോയ്ഡ് ഡബിൾ ടാക്സേഷൻ. ഈ ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if the individual pays twice for the same സോഴ്സ് ഓഫ് ഇൻകം, അതാണ് നമ്മൾ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരേ സോഴ്സ് ഓഫ് ഇൻകത്തിന് തന്നെ ഒരു വ്യക്തി 2 പ്രാവശ്യം ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അതാണ് ഡബിൾ ടാക്സേഷൻ. പക്ഷെ ഒരു എക്സ്റ്റെൻഡ് വരെ GST എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് GST വിൽ പ്രൊവൈഡ് അൺബയാസ്ഡ് ടാക്സ് സ്ട്രക്ചർ. നമുക്കറിയാം ബയാസും അൺബയാസും, ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്, നമുക്കറിയാം ബയാസും അൺബയാസും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു അൺബയാസ്ഡ് ടാക്സ് സ്ട്രക്ചർ ആണ് GST എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. And last point, uniformity in taxes across the territory regardless of place of manufacture or distribution. അതായത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലേസ് ഏതാണ് അങ്ങനത്തതൊന്നും നോക്കുന്നില്ല, യൂണിഫോമിറ്റി ഇൻ ടാക്സ് ആണ്. അതായത് ഡിഫറെൻറ്റ് റേറ്റ്സ് ഒന്നും നമ്മൾ ടെറിട്ടറി വൈസ് എന്ത് ചെയ്യുന്നില്ല, റേറ്റ്സിൽ ചേഞ്ചസ് വരുത്തുന്നില്ല. കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 റേറ്റ് ഓഫ് ടാക്സ് ആണ് GSTൻ്റെ അണ്ടറിൽ വരുന്നത്. 0%, 5%, 12%, 18% ആൻഡ് 28%. അപ്പോൾ ഈ ഒരു 5 ഡിഫറെൻറ്റ് റേറ്റ്സിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഗുഡ്സ് ആണ് വരിക എന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമിറ്റി ഇൻ ടെറിട്ടറി വൈസ് ഒക്കെയും ടാക്സ് യൂണിഫോം റേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് GST. എന്തൊക്കെയാണ് GSTൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. നമുക്ക് ഓൾറെഡി ഫീച്ചേഴ്സ് ഒക്കെയും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 tax for 1 nation.
അതായത് വൺ കൺട്രി വൺ ടാക്സ് സിസ്റ്റം, ഒരു രാജ്യത്തിന് ഒരു ടാക്സ് സിസ്റ്റം എന്നുള്ളതാണ് GSTന്റെ ഫീച്ചറിൽ പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ അതാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് it is consumption based tax system instead of manufacturing. അതായത് കൺസംഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം ആണ്, അല്ലാണ്ട് മാനുഫാക്ചറിങ് ബേസ്ഡ് ടാക്സ് സിസ്റ്റം അല്ല GST. നെക്സ്റ്റ് യൂണിഫോം രജിസ്ട്രേഷൻ പേയ്മെന്റ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് GSTനെ ഓരോ കമ്പനീസും, ഏതൊക്കെ കമ്പനീസാണ് GSTന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, നമ്മൾ അവരുടെ ടേൺ ഓവർ നോക്കിയിട്ട് അവരുടെ ഇൻകം നോക്കിയിട്ടാണിത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പേ ചെയ്തിട്ടില്ലെങ്കിൽ പേയ്മെന്റ് എങ്ങനെയാണ്, ഈ GSTന്റെ അണ്ടറിൽ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇനി പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പെനാൽറ്റി ഫൈനും അതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പറയാം. ഇപ്പം ഇതിൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് യൂണിഫോം രജിസ്ട്രേഷൻ പേയ്മെന്റ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നെക്സ്റ്റ് പറയുന്നത് എലിമിനേറ്റിംഗ് cascading effect of indirect taxes on single transactions. ഓൾറെഡി നമ്മൾ നീഡ് ഫോർ GST ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡയറക്റ്റ് ടാക്സസിന്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെയും എലിമിനേറ്റ് ചെയ്തിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാസ്കാഡിങ് എഫക്റ്റ് ഒന്നും എവിടെ ഉണ്ടാവുന്നില്ല, GSTന്റെ അണ്ടറിൽ വരുമ്പോൾ ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് റെഡ്യൂസ് ടാക്സ് ഇവേഷൻ ആൻഡ് കറപ്ഷൻ. ഈ ടാക്സ് ഇവേഷൻ കറപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ടാക്സിൽ എന്തെങ്കിലും കറപ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ടാക്സ് കറപ്ഷൻ. അതായത് നമ്മൾ ടാക്സ് ഇപ്പോൾ ഇൻകം കുറച്ച് കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കറപ്ഷൻ ചെയ്തു എന്ന് പറയുക. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ട ടൈം ആയിട്ടും നമ്മൾ പേ ചെയ്യാണ്ടിരിക്കുക, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, GSTന്റെ അണ്ടറിൽ വരുമ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, പെനാൽറ്റി ഒക്കെ ഈടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇവേഷനും സെയിം ടൈം കറപ്ഷനും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് GDPയും അതേപോലെ തന്നെ നാഷൻ്റെ ഇൻകം കൂട്ടാനായിട്ട് സാധിക്കും. നമ്മൾ എക്കണോമി എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് ഇൻക്രീസ് ടാക്സ് റെഗുലേഷൻ കംപ്ലൈൻറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ റെഡ്യൂസിങ് എക്കണോമിക് ഡിസ്റ്റോർഷൻസ്. ടാക്സ് റെഗുലേഷൻസ് ഒക്കെയും ഇൻക്രീസ് ചെയ്തിട്ട്, അതായത് ടാക്സ് ലോസിൽ തന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ദെൻ റെഡ്യൂസിങ് എക്കണോമിക് ഡിസ്റ്റോർഷൻസ്, എക്കണോമിക് ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെയും റെഡ്യൂസ് ചെയ്യാനും GST ഹെൽപ്ഫുൾ ആണ്. Next, difference between traditional system of tax and GST. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ട്രഡീഷണൽ വാറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് സ്കീമാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലോസ്, റേറ്റ്സ്, അതോറിറ്റി ഒക്കെ ആയിരുന്നു ട്രഡീഷണൽ വാറ്റ് സിസ്റ്റത്തിൽ. പക്ഷേ GSTന്റെ അണ്ടറിൽ വരുമ്പോൾ ഇറ്റ് ഈസ് എ സിമ്പിൾ സ്കീമാണ് അല്ലെങ്കിൽ സിമ്പിൾ സിസ്റ്റം ഓഫ് ടാക്സ് ആണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സസിന്റെ കാസ്കാഡിങ് എഫക്റ്റ് ഒക്കെയും എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വൺ ടാക്സ് ഫോർ വൺ നാഷൻ, അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് GST. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദർ ആർ സെപ്പറേറ്റ് റേറ്റ്സ്. അതായത് എക്സൈസ് ഡ്യൂട്ടിക്കും സർവീസ് ടാക്സിനും സെപ്പറേറ്റ് റേറ്റ് ആയിരുന്നു. GSTന്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ GST വൺ ടാക്സ് ഫോർ വൺ നാഷൻ ആണെങ്കിൽ പോലും CGST SGST എന്നുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും. ആ സ്റ്റേറ്റ് GSTന് എല്ലാ സ്റ്റേറ്റിനും എന്ത് തന്നെയായിരിക്കും, യൂണിഫോം റേറ്റിൽ തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത്. തേർഡ് പറയുന്നത് ടാക്സ് പെയറിന്റെ ബേർഡൻ ഹൈ ആയിരിക്കും ട്രഡീഷണൽ വേയിൽ. GSTനാണ് നമ്മൾ GSTയിൽ എങ്ങനെയാണ് റേറ്റ്സ് വരിക എന്നുള്ളത്, എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് GST കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ഒരാൾക്ക് ഒരു ഗുഡ്സിൻ്റെ മുകളിൽ ഓർ സർവീസസിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അതന്നെയാണ് നെക്സ്റ്റ് ഡിഫറൻസിൽ പറയുന്നത്. ടാക്സ് ബേർഡൻ ഹൈ ആയിരിക്കും. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ GSTൻ്റെ അണ്ടറിൽ വരുമ്പോൾ ടാക്സ് ബേർഡൻ കുറവായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സിൻ്റെ റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പവർ കുറവായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ സെൻട്രലിനും സ്റ്റേറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, GST ലോസ് ഒക്കെയും ഫോം ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ടാക്സ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ്, ടാക്സ് ഓൺ എവറി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ട്രഡീഷണൽ വേ ഓഫ് ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ വാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ മുകളിലായിരുന്നു ടാക്സ് ചാർജ് ചെയ്തിരുന്നത്. ഇവിടെ GSTൻ്റെ അണ്ടറിൽ ഗുഡ്സോ സർവീസസ് സപ്ലൈ ചെയ്യുന്ന ടൈമിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടാക്സ് ചാർജ്ഡ് ഓൺ എവറി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് പറയുന്നത് വാറ്റ് സിസ്റ്റത്തിൽ ടാക്സ് 2 സ്റ്റേജ് ആയിട്ടാണ് ചാർജ് ചെയ്തിട്ടുണ്ടായി അല്ലെങ്കിൽ ലെവി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് പ്രൊഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്തും ദെൻ സെക്കൻഡ് വൺ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ എത്തുന്ന ടൈമിലും. അങ്ങനെ 2 സ്റ്റേജസ് ആയിട്ടായിരുന്നു നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ GSTൻ്റെ അണ്ടറിൽ വരുമ്പോൾ GST ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓർ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്നാണ് പറയുന്നത്. അതിലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് കൺസംഷൻ്റെ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, GST ചാർജ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ആഡ് ടാക്സ്. സർവീസസിന് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് അഡീഷണലി നമ്മൾ 14.5% പേ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചാർജ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ GSTൻ്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സർവീസസിൻ്റെ മുകളിലും റേറ്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗുഡ്സും സർവീസസിനും നമ്മൾ എന്ത് ചെയ്യാണ്, സെയിം റേറ്റിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. അതായത് സർവീസസിന് മെയിനായിട്ടും 12%, 18%, 28% ആണ് റേറ്റ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ട്രഡീഷണൽ വാറ്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പൽസറി ആയിരുന്നില്ല. പക്ഷെ GSTൻ്റെ അണ്ടറിൽ നമ്മൾ എന്താണെങ്കിലും ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പൽസറി ആണ് GSTൻ്റെ അണ്ടറിൽ വരുമ്പോൾ. ഇഫ് ദ ടാക്സ് ഈസ് മോർ ദാൻ 10,000, ടാക്സ് 10,000ൻ്റെ മുകളിലാണെങ്കിൽ മസ്റ്റായിട്ടും ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ ചെയ്യണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, വാറ്റ് നമ്പർ ഈസ് കമ്പൽസറി. വാറ്റ് നമ്പർ കമ്പൽസറി ആയിരുന്നു വാറ്റ് സിസ്റ്റത്തിൽ. ഇഫ് ദ ടേൺ ഓവർ ഈസ് ബിയോണ്ട് 10 lakhs, GSTN 20 lakhൻ്റെ എബോവ് ആണ് ടേൺ ഓവർ എങ്കിൽ GST നമ്പർ, GSTN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GST നമ്പറാണ്. GST നമ്പർ കമ്പൽസറി ആണ്. അപ്പോൾ ഇത്രയാണ് ട്രഡീഷണൽ വാറ്റ് സിസ്റ്റത്തിൻ്റെയും ട്രഡീഷണൽ വാറ്റ് സിസ്റ്റവും GSTയും തമ്മിലുള്ള ഡിഫറൻസസ്.